പ്രശസ്തിയും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും എന്ത് ആഭാസത്തരം വേണമെങ്കിലും വിളിച്ചു പറയാം. കയ്യടിക്കാൻ ആളുകൾ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞത് ചോദ്യം ചെയ്യാനെങ്കിലും അധികമാരും മുന്നോട്ട് വരില്ല. ഇനി ഈ പറയുന്ന ആൾ എന്തെങ്കിലും സോകോൾഡ് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണെങ്കിൽ പറയുകയും വേണ്ട. അയാൾ തന്നെ ഹീറോ, അയാൾ പറയുന്നത് തന്നെ വേദവാക്യം. പറഞ്ഞു വരുന്നത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചാണ്. പൊതുവിടങ്ങളിൽ വരെ അത്രയും തരം താഴ്ന്നതെന്ന് തോന്നുന്ന ദ്വയാർത്ഥ പദപ്രയോഗങ്ങളും സ്ത്രീവിരുദ്ധതയും റേപ്പ് ജോക്കുകളും വിളിച്ചു പറയാനുള്ള അയാളുടെ ആണഹന്തയെ കുറിച്ചാണ്. ബോബി ചെമ്മണ്ണൂർ ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനാണ്. മറ്റൊരു മോഡലും ബ്രാൻഡ് അംബാസഡറും പരസ്യവും ആവശ്യമില്ലാതെ സ്വന്തം ബ്രാൻഡിൽ കച്ചവടം നടത്താൻ കഴിവുള്ള ബിസിനസ് മാഗ്നറ്റ്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ ഒരു സമ്പൂർണ്ണ ദുരന്തമാണ്. പരസ്യത്തിനും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിനും ചിലവാക്കേണ്ട തുക ഉപയോഗിച്ചും ഒരുപക്ഷെ കയ്യിൽ നിന്നെടുത്തും ജനസമ്മതിയുള്ള പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഗുണം മാർക്കറ്റിൽ അയാൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഏറ്റവും അവസാനം നടന്ന വയനാട് ദുരന്തത്തിലും അതിന്റെ മുൻപ് റഹീമിന്റെ മോചനത്തിനും അയാൾ നടത്തിയ പരിശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയൊന്നുമല്ല. പക്ഷെ ഈ നന്മയെല്ലാം പൊതുവിടങ്ങളിൽ വന്ന് സ്ത്രീവിരുദ്ധതയും ദ്വയാർത്ഥ പദപ്രയോഗങ്ങളും നടത്താനുള്ള ലൈസൻസ് ആയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. അതോടെ ഈ നന്മയെല്ലാം ഒന്നുമല്ലാതായി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹണി റോസ് അതിഥിയായി എത്തിയ വേദിയിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗവും അധിക്ഷേപ പരാമർശവുമാണ് നിലവിൽ വിവാദത്തിലായിരിക്കുന്നത്. ഹണി റോസിനെ കാണുമ്പോൾ ഒരു പ്രത്യേക കഥാപാത്രത്തെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഹണി റോസിനെ വേദിയിലേക്ക് ക്ഷണിച്ചത്. ചടങ്ങിന് ശേഷം ഹണി റോസിനെ നെക്ലേസ് അണിയിച്ച ശേഷം കറക്കുകയും ഇങ്ങനെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണാൻ കഴിയൂ എന്നും പിൻഭാഗം കൂടി കാണാനാണ് കറക്കിയതെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിട്ടുള്ള നടിയാണ് ഹണി റോസ് എന്നുകൂടി ഓർക്കണം. ഇവർക്ക് നേരെയാണ് ഒരു പൊതുവേദിയിൽ വെച്ച് ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് എളുപ്പത്തിൽ പറഞ്ഞ് തടി തപ്പാൻ പാകത്തിനുള്ള പ്രയോഗങ്ങൾ. ഇത്തരത്തിൽ മുൻപും സംസാരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി വിവാദത്തിൽപ്പെട്ട ആളാണ് ഇയാൾ. തൃശൂർ പൂരത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബോബി ചെമ്മണ്ണൂർ മുൻപ് നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. തൃശൂർ പൂരത്തിനെത്തുന്നതിനെ കുറിച്ച് ഇയാൾ നടത്തിയ പരാമർശം അങ്ങേയറ്റം ആഭാസം നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇതെല്ലാം തുറന്നു പറഞ്ഞ ഇയാളുടെ സത്യസന്ധതയ്ക്ക് വലിയ കയ്യടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിൽ നിന്നും ലഭിച്ചത്. ഈ കയ്യടി തന്നെയാണ് സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതും. ഇത്രയും വലിയ സ്ത്രീവിരുദ്ധതയും വെർബൽ റേപ്പിന് സമാനമായ പ്രയോഗങ്ങളും നടത്തിയിട്ടും ഇയാളെ ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആഘോഷിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇയാളുടെ റീലുകൾ വലിയ തോതിലാണ് വൈറലായത്. സമൂഹത്തെക്കുറിച്ച് മൊത്തത്തിൽ ചിന്തിക്കാൻ തയ്യാറല്ലെങ്കിലും സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്ത് നിന്ന് സ്വന്തം വീട്ടിലെ സ്ത്രീകളെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ തയ്യാറാകുന്നവർക്ക് പോലും തള്ളിക്കളയാകുന്ന പ്രയോഗങ്ങളായിരുന്നു അത്. പക്ഷെ മറിച്ച് പിന്നീട് ഇയാളുടെ ഇന്റർവ്യൂസിന് ആരാധകർ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോട്ട് ഓൾ മെൻ എന്ന് പറഞ്ഞ് കൈമലർത്തേണ്ട ഒന്നല്ല പൊതുവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്നാണ് കരുതുന്നത്. കാരണം ജെൻഡറിന്റെയും ക്ലാസിന്റെയും പ്രിവിലേജിന്റെ പുറത്തിരുന്ന് ഇത്തരം വഷളത്തരങ്ങൾ ഇയാൾ വിളിച്ചു പറയുമ്പോൾ അപമാനിക്കപ്പെടുന്നത് കേരളത്തിലെ മുഴുവൻ ആണുങ്ങൾ കൂടിയാണ്. ഇവിടെ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാമൂഹിക അന്തരീക്ഷം ഇല്ല എന്ന് ഇയാൾ പറഞ്ഞു വെക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത്രയും കാലം നമ്മൾ നടത്തിയ ലിംഗനീതി പോരാട്ടങ്ങൾ കൂടിയാണ്. സ്ത്രീയെ വെറും ലൈംഗിക വസ്തു മാത്രമായി കാണുന്ന തരത്തിലേക്ക് ഒരു സമൂഹം അധപതിക്കുന്ന കാഴ്ചയാണ് എടുത്തു കാണിക്കപ്പെടുന്നത്. ഇത് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല, എതിർക്കപ്പെടേണ്ട, തിരസ്കരിക്കപ്പെടേണ്ട ഒരു സംസ്കാരമാണ്. അല്പം കൂടി പറഞ്ഞാൽ നമ്മൾ അഭിമാനത്തോടെ എടുത്തു പറയുന്ന സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ. ഹണി റോസിന് ആ വേദിയിൽ വെച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ പ്രതികരിച്ചാൽ മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല ഇത്. അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ചെകുത്താനെ മാത്രം നിലക്കി നിർത്തിയാൽ പോരാ. പൊതുവിടങ്ങളിൽ വന്ന് ഇത്തരം സ്ത്രീവിരുദ്ധതകൾ വിളിച്ചു പറയുന്നവരെയും നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങൾക്കാകേണ്ടതുണ്ട്.